ഇടിയേ വിശക്കാൻ തുടങ്ങിയല്ലോ. കാപ്പിക്കൊന്നും ഉണ്ടാക്കിയില്ലേ? ഏ കാപ്പിക്കൊക്കെ ഉണ്ടാക്കി. എന്നതാ ഉണ്ടാക്കണേ? കാപ്പിക്കേ ആ പുട്ടോ? ആ പുട്ടിന് എന്നാ കറി? പട്ടയോ? മുട്ട. പുട്ടിന് അത് കോമ്പിനേഷൻ ആണെങ്കിൽ പുട്ടും കടലയും, അല്ലെങ്കിൽ പുട്ടും പഴവും, അല്ലെങ്കിൽ പുട്ടും ചെറുപയറും പപ്പടവും. ഇതാണ് കറക്റ്റ്. ഞാനിന്ന് പുട്ടിന് മുട്ടയാണ്. ഓ, മുട്ടയാണോ? അതും ചേരും. പുട്ട് മുട്ട രണ്ടിൽ ഇട്ടായുണ്ട്. ആ ഇട്ടായി ചേരുള്ളൂ. പക്ഷെ പുട്ടിന് മുട്ട ഒരു രസമില്ല. അതെ, പിന്നെ 2-3 മുട്ട ഈ കഴിഞ്ഞ ഇടയ്ക്ക് വെട്ടുന്നതേ ഇരുന്ന് കേടാവുമെന്നൊരു തോന്നല്. ഓ, അപ്പൊ അത് കളയാൻ പറ്റിയല്ലോ. കളയാൻ പറ്റില്ല. ഭയങ്കര പൈസയല്ലേ? ആ, മുട്ടയ്ക്ക് ഭയങ്കര 7 രൂപ മിച്ചം കണ്ട. അതുകൊണ്ടൊന്ന് മുട്ട അങ്ങ് ഉണ്ടാക്കാന്ന് വെച്ചു. ആ, നീടെ കടയുടെ കുറച്ച് കുറവുള്ളൂ. പിന്നെ മുട്ട ഫ്രിഡ്ജ് വെക്കാന്ന് വെച്ചാലേ അത് ഫ്രിഡ്ജ് വെച്ചുകൂടാന്നാ പറയുന്നത്. ഓ, അല്ലെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ലെന്നാണ് എനിക്ക് തോന്നണേ. മുട്ട ഫ്രിഡ്ജ് വെക്കരുതെന്ന് ആരാണ്ട് അറിവുള്ളവർ പറഞ്ഞേക്കുന്നതാ. അത് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങളല്ലല്ലോ, അറിവുള്ള ആൾക്കാരാ പറഞ്ഞേ. അല്ല, എനിക്കറിവില്ലേ അപ്പം. അല്ല, നിങ്ങൾക്കറിവ് ഈ ഭൂമിക്ക് പിന്നെ ആകാശത്തിനും ഇടയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം. ആ, പിന്നെ എന്നാ കുഴപ്പം? അപ്പം ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലെന്നേ. പക്ഷെ നല്ല കാര്യങ്ങളൊന്നും അറിയത്തില്ല. നല്ല കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ. നല്ല കാര്യങ്ങൾ അറിയത്തില്ലേ? എല്ലാ നല്ല കാര്യങ്ങളെല്ലാം നിനക്കറിയുള്ളായിരിക്കും. നിനക്കായിരിക്കും എല്ലാം നല്ല കാര്യം അറിയാവുന്നേ. ഇപ്പൊ എന്തായാലും ഈ പുട്ടും മുട്ടയും കേട്ടോ, അതുകൊണ്ടങ്ങ് തൃപ്തിപ്പെട്ടാ മതിയേ. കേട്ടോ എന്ന് പറഞ്ഞാൽ പിന്നെ അല്ലാണ്ട് പിന്നെ എന്നാ ഇപ്പം ചെയ്യണ്ടേ? പുട്ടിന് മുട്ട എന്തോ ഇതന്നെ 1 മീറ്റർ പുട്ടോ? 1 മീറ്ററോ? പറ്റുന്ന ആവശ്യത്തിനും എടുത്ത് കഴിച്ചാൽ കുറച്ച് മതി. കഴിച്ചു കഴിയുമ്പോൾ ഇവിടെ നിന്ന് കഴിച്ചു പോകും. അതാ കുഴപ്പം. അതാ പറഞ്ഞ പുട്ട് മുട്ട ഭയങ്കര. ഇനിയിപ്പോ ഇതറിയാൻ പാടില്ലാത്തവരൊക്കെ ആരോടൊക്കെ പറയണം പുട്ട് മുട്ട. അല്ല, ആ മുട്ടക്കറിക്ക് എടുത്ത് കാണട്ടെ, കണ്ടിട്ട് തീരുമാനിക്കാം. കറിന്നൊന്നും പറയണ്ട. മുട്ട റോട്ടിലിട്ടാണോ? റോട്ടോ എന്നാ? റോസ്റ്റാണേ. അതെ. ഇതാകുമ്പോ കണ്ടാ തിന്നാൻ തോന്നുന്നുണ്ട് കേട്ടോ. ഇത് മതി. എടുത്ത് ചായ വെച്ചിട്ടുണ്ട്. നീ ആ മുട്ട അതിലോട്ട് വയ്യേ. അതിനകത്ത് തന്നെ വെച്ചോ. അതിനകത്ത് തന്നെ വെച്ചാ മതി. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ അല്ലേ? ഉള്ളിക്കൊക്കെ ഭയങ്കര വില, കുറച്ച് ഇട്ടാൽ മതി കേട്ടോ. അത് കുറച്ചേ ഉള്ളൂ. നിങ്ങൾക്ക് ചോറ് തന്നാൽ അതിൻ്റെ കറി കൂടുതൽ. രാവിലത്തെ ഭക്ഷണമാണെങ്കിൽ അതിന് കഴിക്കാനുള്ളതിനൊക്കെ കൂടുതൽ കറി വേണ്ടത്. അങ്ങനല്ലേ? സാധനങ്ങൾക്ക് ഭയങ്കര വിലയാന്നേ. അതുകൊണ്ടേ കുറച്ചേ ഉള്ളൂ. ഈ പുട്ടിന് മുട്ട മോശമാണെന്നൊന്നും തോന്നണ്ട. അവിടെ വെച്ച് കഴിച്ചു നോക്കുക, എന്നാലും അറിയാം അതിൻ്റെ ടേസ്റ്റ്. പഴംപൊരിക്ക് ബീഫ് എന്ന് പറയുന്നത്. അയ്യോ, ബീഫൊന്നും വേണ്ട. അതുപോലെ അങ്ങനെ ബീഫൊന്നും ഇടില്ല. നമ്മളിവിടെ ബീഫൊന്നും കൊണ്ടുവരില്ല. ഇത് പുട്ടും മുട്ടയും കൊണ്ടുവച്ച് കഴിച്ചോ.